ഒരു നേതാവിൻ്റെ ഒരു മുസ്ലിം നേതാവ്, എന്താ മുസ്ലിം നേതാവിൻ്റെ ഏറ്റവും വലിയ യോഗ്യത? എനിക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം എന്ന ബോധം അയാൾക്കുണ്ടാവും. അയാൾ പ്രസംഗിച്ചു എന്നോ, അയാൾ എഴുതിയെന്നോ, അയാൾ രണ്ടുപേരിലാണ് പൊന്തിച്ചിട്ടാണ് പ്രസംഗിക്കുന്നതെന്നോ, അയാളെ പ്രസംഗിക്കാൻ നിന്ന 10,000 ആൾ പങ്കെടുക്കുന്നുണ്ടെന്നോ, അയാൾ സംഘടനയുടെ നേതാവാണെന്നോ, അയാൾക്ക് കുറേ അണിയാൾ, ഇതൊന്നും ഒരു മുസ്ലിം നേതാവിൻ്റെ മാനദണ്ഡമല്ല. മുസ്ലിം നേതാവിൻ്റെ മാനദണ്ഡം ഹബീബായ റസൂലുള്ളാഹിയുടെ ഫോട്ടോസ്റ്റാറ്റ് ആയിരിക്കണം. എന്താ കാന അഖ്ഷന്നാസ്, ജനങ്ങളിൽ അള്ളാഹിനെ ഏറ്റവും പേടിച്ച ആള് ഹബീബാ നബിയാണ്. കാന അബദന്നാസ് വകാന 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 അഖ്ഷന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അള്ളാഹിനെ പേടിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. അപ്പം അതാണ് ഞാൻ പറഞ്ഞു, യൗമ യഖൂമുന്നാസ് ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ മുന്നിൽ പോയി എനിക്ക് നിൽക്കണം. ഇതാ ബോധം. വളരെ നമ്മൾ ചിന്തിക്കണം. എൻ്റെ റൂഹിൻ്റെ വാപ്പ മഹാനായ സയ്യിദുൽ ഔലിയാ, ബഹുമാനപ്പെട്ട ഖാതിമുൽ ഔലിയാ മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ഞാൻ അവരെ മുന്നോട്ട് വന്ന ഒരാളാണ്. ഒരാളുണ്ട്, എന്നെ അവരെ കുടിപ്പിച്ചതാണ്, അവരെ മാർഗത്തിൽ നിന്ന് ഞാൻ കുടിച്ചതാണ്. അതിലേക്ക് മശായിഖന്മാരുണ്ട്, പക്ഷേ അവലംബം അടിസ്ഥാനം അവരാണ്. മുന്നോട്ട് പോയ പരാജയം ഫഅസ്ഖൈതും, ഞാൻ അവരെ കുടിപ്പിക്കാതെ ഇന്നത്തെ സമാനിൽ പ്രത്യേകിച്ച് കുടിക്കൂല, നമുക്ക് കഴിയില്ല. പിന്നെ നമ്മൾ ഇന്ന് കണ്ടെത്തുന്ന ആൾ നേരായ ആളായിക്കൊള്ളണമെന്നുമില്ല. എന്താ നേരിൻ്റെ മാനദണ്ഡം? നേരിൻ്റെ മാനദണ്ഡം അയാൾക്ക് അറബിക്ക് അർത്ഥറിയുന്നതല്ല. പിന്നെന്താണ് അതിൻ്റെ മാനദണ്ഡം? മാനദണ്ഡം അയാൾ മുഖ്ലിസാണ് എന്നതാണ്. മുഖ്ലിസാകുക, അയാൾക്ക് അത് കണ്ടെത്തണമെങ്കിൽ പണിയാണ്. ഇഖ്ലാസ് എന്നത് പണിയാണ് കണ്ടെത്താൻ. അയാൾ മുഖ്ലിസായിരിക്കണം. മനസ്സിലാവേണ്ട പറഞ്ഞത്, അയാൾ നല്ല ഒച്ചയിൽ ഓതി നിസ്കരിക്കുക, അതൊന്നുമല്ല. അയാൾ സുജൂദിൽ 1/2 മണിക്കൂർ അതിനെ കിടക്കുന്നുണ്ട്, അതുമല്ല. അയാളെ സുജൂദിൽ നിന്ന് തലണ് കിട്ടാൻ അടങ്ങാറാവും, അതുമല്ല. ഒന്നുമല്ല. ഞങ്ങളടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം എപ്പോഴും ഒരു മുഖ്തസദിതത്തായ അവസ്ഥയിലായിരിക്കണം. കൂട്ടിയാൽ മനുഷ്യന്മാരും അണ്ടിക്കണം കൂട്ടും. അതായത് ഒരു മധ്യമായ നിസ്കാരം, ഒരു മധ്യമായ ഖിയാം, മധ്യമായ റുക്കൂ, ഒരു മധ്യമായ ഇഅ്തിദാൽ, ഖുഊദ്, സുജൂദ്, ഖുഊദ് ഒക്കെ മധ്യമായിരിക്കണം. കൃത്യമാക്കി അങ്ങനെ മധ്യമാക്കി കൊണ്ടുവരിക, നീട്ടരുത്. ചില ആളുകളൊക്കെ പിന്നെ നിസ്കരിക്കാൻ നിന്നാൽ ഒരു 8 റക്അത്ത് കഴിഞ്ഞാൽ 1 റക്അത്ത് കഴിയൂല. ആ നേരം വരെ ബാക്കിയുള്ള നേരം പിന്നെ എന്തിരിക്കും പണി? എന്തെങ്കിലും പീഡിത കണക്കൂട്ടുക. ഇറച്ചി വാങ്ങിയെടുത്ത് എത്ര കൊടുക്കാണ്ട്, മീൻ വാങ്ങിയെടുത്ത് എത്ര കൊടുക്കാണ്ട്, നാളെ ഇപ്പം ഞാൻ എന്താണ് ശാലിയത്ത് രാവിലെ പോയാൽ നല്ല തോണിക്കാരെ അയില കിട്ടും, അതിന് പോകുന്നു രാവിലെ, ഇങ്ങനെ കണക്കൂട്ടുവാൻ അവിടെ കൊടുത്തിരുന്നാൾ. അപ്പം നീട്ടണ്ട, കുറേ നേരം അത് ഒറ്റക്ക് നീട്ടിക്കോ. അല്ല, ഒറ്റക്ക് നീട്ടിക്കോ, ഒറ്റക്ക് നീട്ടൂല്ല, ഒറ്റക്ക് നീട്ടൂല. ഒരാൾ ബാക്കിൽ നിന്ന് തോണ്ടിയാച്ച് നീട്ടും, പിന്നെ യാസീൻ തുടങ്ങും. വേണ്ട. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആ മനസ്സ് പതറിപ്പോവും. മനസ്സിന് ഏകാഗ്രത കിട്ടുന്ന ആളുകൾ ഇന്ന് കുറവാണ്. അതുകൊണ്ട് നിസ്കാരം എപ്പോഴും മുഖ്തസദത്തായി കൊണ്ടുവരാൻ നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മധ്യമായ നിസ്കാരം അത്ര മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നിസ്കാരത്തെ കൊണ്ടുവരരുത്, നീട്ടി നിസ്കരിക്കരുത്. നല്ലതല്ലേ? നീ ഒറ്റക്കാണ് നിസ്കരിക്കുകയാണെങ്കിൽ നല്ലതാണ്. നീ ഇമാമാവുമ്പോൾ നല്ലതല്ല. എന്തുകൊണ്ട്? എൻ്റെ കാര്യമൊക്കെ ബാക്കിലുള്ള ആളുകളോ ദീർഘമായി ദുആ ചെയ്യരുത്. എന്തുകൊണ്ട്? ആത്മാർത്ഥമായി ആദ്യ ഭാഗത്ത് ആമീൻ പറഞ്ഞ വ്യക്തികൾ കുറച്ച് കഴിയുമ്പോഴത്തേന് മടിയന്മാരാവും. പിന്നെ നിർത്തിയെങ്കിൽ മതിയെന്ന് വിചാരിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത് അതന്നെയാണ്. പിന്നെ ആ കൈയൊക്കെ മാറ്റി വെച്ചാണ് പെണ്ണുങ്ങൾ വർത്താനം ഇറങ്ങും. ഇവർ എന്തിൽ തുടങ്ങിയതാണ്? ദുആ. അങ്ങനെ നീട്ടി ദുആ ഇറക്കരുത്. അങ്ങ് നീട്ടി തുറക്കേണ്ട ആവശ്യമില്ല. പരിന്ന് വരുന്നോട്ടെ. അതൊക്കെ ഒരു സഫാഹത്താണ്. നീട്ടി 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നീട്ടി ദുആ ഇറക്കുന്നവരുണ്ട്. അതൊക്കെ തനി സഫാഹത്താണ്, അന്തല്ലായ്മ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അത്തരം ആളുകളെ മജ്‌ലിസിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ബാക്കി ഭാഗത്തിരുന്ന് പൊട്ടിച്ചിരിയും വർത്താനം തുടങ്ങിയ ദൃക്സാക്ഷികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
തനി പൊട്ടത്തരം, സഫാഹത്ത്. അതൊക്കെ സഫാത്ത് തലേ കയറിയാൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. ദുആക്ക് എപ്പോഴും ചുരുക്കണം, നീട്ടിയവർക്ക്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലെ കുറഞ്ഞ കാര്യം, കുറച്ച് ചെറുത്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്തായിരുന്നോ, രാത്രി ഉറങ്ങാതെ ദ്വാരുന്നു നേരം പൊക്കോളാം, ഒരു പ്രശ്നമില്ല. നാട്ടുകാരെ മുന്നിൽ ദ്വാരക്കരുത്. കാരണം നാട്ടുകാർക്ക് വേറെയും പണിയുണ്ട്, എനിക്ക് വേറെ പണിയില്ല, നാട്ടുകാർക്ക് പണിയുണ്ട്. ഇതൊരു പണിയില്ലാത്തതുകൊണ്ടാണ് ദ്വാരക്കാൻ തീരുമാനിച്ചത്. നാട്ടുകാർ അങ്ങനെയല്ല. അപ്പോൾ എപ്പോഴും ഹബീബ് റസൂലുള്ളാഹിന്റെ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ചെറുതാണ്. കുറഞ്ഞ വാക്കുകൊണ്ട് ദ്വാരക്കുക, കുറഞ്ഞ സമയം കൊണ്ട് നിസ്കരിക്കുക. കുറഞ്ഞ നമ്മൾ പറ്റ ഓടുക എന്നല്ല, ഒരു മധ്യമായ നിസ്കാരം. അപ്പൊ ഒരാളുടെ നിസ്കാരം നീണ്ടത് കൊണ്ടോ ഒത്തു നീണ്ടത് കൊണ്ടോ അയാൾ മഹാനാണെന്ന് നമുക്ക് തെളിയില്ല. സമയമെടുക്കും. അതേ സമയത്ത് ത്വരീഖത്തുകളുടെ സുഖം എന്താണ്? അത് കൃത്യമായി മഹാന്മാരാൽ വന്നതാണെന്ന് ഉറപ്പുള്ളതുമാണ്. അപ്പൊ പിന്നെ പേക്കൂല, അത് കറക്റ്റാണ്. മനസ്സിലായോ? അങ്ങനെ ആയാൽ മതി. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ വരുമ്പോൾ ത്വരീഖത്ത് അനിവാര്യതയായിരിക്കും. എന്തുകൊണ്ട്? ഇന്ന് ത്വരീഖത്തിന് പകരം നിൽക്കുന്ന ആ വ്യക്തികൾ ഇന്ന് നമ്മൾ കാണുന്നില്ല. ഇഹ്സാൻ നിർബന്ധമാണ്. فأسقيتهم نهلا وعلا ودادا فأسقيتهم نهلا وعلا ودادا وبلها مدام الغافلين حقيرا. فأسقيتهم نهلا وعلا ودادا. ഞാൻ അവർക്ക് കുടിപ്പിച്ചു, തുടക്കത്തിലും കുടിപ്പിച്ചു, ഒടുക്കത്തിലും കുടിപ്പിച്ചു എന്ന്. നീ ഒഴിവാക്ക്, നീ ഒഴിവാക്ക്. മുദാമൽ ഗാഫിലീന, ഗാഫിലീങ്ങളുടെ മധ്യത്തെ നീ ഒഴിവാക്ക്. ഹഖീറൻ, നിസ്സാരപ്പെടുത്തുന്ന നിലയിൽ. ഗാഫിലീങ്ങൾ എന്ന ഒരു കൂട്ടരുണ്ട്, അവരിൽ നിന്ന് ഗഫലത്ത് മാത്രമേ കിട്ടൂ. ഗാഫിലീങ്ങൾ പിന്നാലെ പോകരുത്, അതാരാണെങ്കിലും പോകരുത്. ഗാഫിലീങ്ങളുടെ പിന്നാലെ പോകരുത്. ഗാഫിലീങ്ങൾ എന്താണ് ഈ ഗാഫിലീങ്ങൾ? ഗാഫിലീങ്ങൾ എന്ന യഥാർത്ഥമായ കാര്യങ്ങളിൽ മനസ്സ് ബന്ധിക്കാത്തവരൊക്കെ ഗാഫിലീങ്ങളാണ്. നേതാവ് ഗാഫിലായിരിക്കും, അപ്പൊ അനുയായി ഗാഫിലായിരിക്കും. നേതാവ് ഗാഫിലായാൽ അനുയായിക്ക് നന്നാകാൻ പിന്നെ കഴിയില്ല. ആ നേതാവിന് തലെടുത്ത് പോരണം. നേതാവ് ഗാഫിലാവില്ലേ? ആകും. 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട് ഇത്. അങ്ങനത്തെ നേതാക്കൾ സിന്ദാബാദ് വിളിച്ചു പിന്നാണ് ആയുസ് കളയേണ്ട. എന്തുകൊണ്ട് അവർ ഗാഫിലീങ്ങൾപ്പെട്ട ആളായിരിക്കും? എന്താണ് ഈ ഗഫലത്ത്? എന്താ ഗഫലത്ത്? എന്താ ഗഫലത്ത്? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ എന്നതിനെ പറ്റി ബോധമില്ലാതിരിക്കുക, അതാ ഗഫലത്ത്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ഇതില്ലാതിരിക്കൽ ഗഫലത്ത്. ഒരു നേതാവിൻ്റെ ഒരു മുസ്ലിം നേതാവ്, എന്താ മുസ്ലിം നേതാവിൻ്റെ ഏറ്റവും വലിയ യോഗ്യത? എനിക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കണം എന്ന ബോധം അയാൾക്കുണ്ടാകും. അയാൾ പ്രസംഗിച്ചു എന്നോ, അയാൾ എഴുതിയെന്നോ, അയാൾ രണ്ടുപേരിലാണ് പൊന്തിച്ചിട്ടാ പ്രസംഗിക്കുന്നതെന്നോ, അയാളെ പ്രസംഗിക്കാൻ നിന്ന 10,000 ആൾ പങ്കെടുക്കുന്നുണ്ടെന്നോ, അയാൾ സംഘടനയുടെ നേതാവാണെന്നോ, അയാൾക്ക് കുറേ അനുയായി, ഇതൊന്നും ഒരു മുസ്ലിം നേതാവിൻ്റെ മാനദണ്ഡമല്ല. മുസ്ലിം നേതാവിൻ്റെ മാനദണ്ഡം ഹബീബായ റസൂലുള്ളാഹിയുടെ ഫോട്ടോസ്റ്റാറ്റായിരിക്കണം. എന്താ? കാന അഖ്ഷന്നാസ്, ജനങ്ങളിൽ അള്ളാഹിനെ ഏറ്റവും പേടിച്ച ആള് ഹബീബ നബിയാണ്. കാന അബദന്നാസ് വകാന 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 അഖ്ഷന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അള്ളാഹിനെ പേടിച്ച ആൾ മുഹമ്മദ് മുസ്തഫ. അപ്പം അതാണ് ഞാൻ പറഞ്ഞു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ്റെ മുന്നിൽ പോയി നിൽക്കണം. ഇതാ ബോധം. വളരെ നമ്മൾ ചിന്തിക്കണം. നേതാവ് അടക്കാക്കൊണ്ട് ബാപ്പുവാജി എന്ന ഒരാൾ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, നല്ല മനുഷ്യനെ. അപ്പം അദ്ദേഹം എന്നോട് നേരിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ ഒരു സംഭവം ഞങ്ങളോട് പറയും. ഞങ്ങൾ നാട്ടിൽ ഒരാൾ ഒരു ബാങ്ക് വന്നു. അപ്പം ബാങ്കിലേക്ക്
ഒരാൾക്ക് അത്യാവശ്യം അക്കാലത്ത് പഠിക്കേണ്ട ചെറിയ പഠിപ്പൊക്കെ അക്കാലത്ത് ഇൻ്റർമീഡിയറ്റ് പാസ്സാക്കുക എന്നൊക്കെ അത്യാവശ്യം പഠിപ്പാണ്. 8ാം ക്ലാസ് 9ാം 10ാം ക്ലാസ് വലിയ പഠിപ്പാണ് അക്കാലത്ത്. അപ്പോൾ ഇയാളെ ബാങ്കിൽ ക്ലർക്കാകാൻ ഉള്ള യോഗ്യത ഇയാൾക്കുണ്ട്. ഈ ബാപ്പാജി വരെ ബാപ്പാജി അത്യാവശ്യം ധനം സൗകര്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അവിടുത്തെ ലീഗിൻ്റെ നേതാവുമാണ്, ആയിരുന്നു, മരിച്ചുപോയി. നല്ല മനുഷ്യനായിരുന്നു, അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ, ഒക്കെ നല്ല മനുഷ്യന്മാരാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇയാൾക്ക് ബാങ്കിലെ ജോലി കിട്ടണം, കാളികാവിലോ മറ്റോ ആണ്, ബാങ്കിലെ ജോലി കിട്ടണം. അപ്പോൾ ബാങ്കിൽ ജോലി കിട്ടാൻ ഇയാൾ യോഗ്യനാണ്. ബാങ്കിൽ ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ബാങ്കിൽ പിന്നെ ജോലി കിട്ടും. വേറെ ആളുകളുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ആളെ കയ്യിൽ നിന്ന് റെക്കമെൻഡ് ബാങ്കിൻ്റെ ബോഡി അതിനൊരു എന്താ പറയുക, അതിനൊരു ബോർഡ് ഉണ്ടാവുമല്ലോ, നടത്തിപ്പ് ബോർഡ് ഉണ്ടാവില്ല, ആ ബോർഡിനൊരു റെക്കമെൻഡ് പേപ്പറോടെ കൊടുത്ത് ജോലി കിട്ടും. ആ ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് ഇയാൾ വന്ന് പിന്നെ ഇയാൾ അപ്പോജിനോട് വന്ന് പറഞ്ഞു നമുക്ക് പിന്നെ ഒരു കത്ത് കിട്ടേണ്ടി, കത്ത് കൊടുത്തപ്പോൾ ജോലി ഉറപ്പാവുന്നു. അപ്പോൾ അപ്പോജി പറഞ്ഞു വേച്ചാറുണ്ട്, നമുക്ക് രാവിലെ പാണക്കാട്ട് പോകാം. അങ്ങനെ പാപ്പോജി ഈ വ്യക്തിയെ കൂട്ടി ഒരു ദിവസം അതിരാവിലെ വെളുപ്പിന് പാണക്കാട് ബഹുമാനപ്പെട്ട പൂക്കോയപ്പാപ്പ ഉണ്ടായിരുന്ന കാലത്ത് അവരെ മുറ്റത്ത് ആൾ വരുന്നതിന് മുമ്പ് അതിരാവിലെ വെളുപ്പിന് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എത്തിച്ചേരണം എന്ന നിലയിൽ പാണക്കാട്ടേക്ക് പോയി. അങ്ങനെ ചെന്ന് അപ്പോൾ പൂക്കോയപ്പാപ്പ പിന്നെ ഒരു അവിടുത്തെ മുന്നിൽ ഒരു പൊട്ടക്കസേരുണ്ട്, അവിടെ ഇരിക്കുക, ഒരു മൊട്ടമേശ, അവിടെ ഇരിക്കുക രാവിലെ ഒറ്റക്ക്, ആരുമില്ല. അപ്പോൾ പിന്നെ ചെന്ന് പറഞ്ഞു എന്തേ പാപ്പ പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ മെല്ലെ 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 കാര്യം പറഞ്ഞു. ഇവർക്ക് അവിടെ ബാങ്കിൽ ഒരാളെ അപേക്ഷ വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ അല്ല അപേക്ഷ കൊടുത്താൽ ആളെ ഒഴിവുണ്ട് എന്നുള്ളൊരു വിവരം വന്നിട്ടുണ്ട്. ബാങ്കിൻ്റെ ബോർഡ് തീരുമാനിക്കും. അതിന് ഇവിടുന്ന് ഒരു കത്ത് എന്നാൽ, ഇവിടുന്ന് ഒരു എത്ത് എന്നാൽ അതവിടെ ബാങ്കിൻ്റെ നമ്മളാളുകളാണ് ഭരിക്കുന്നത്, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ജോലി കിട്ടും, ഞങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അപ്പോൾ പുകതങ്ങൾ എന്നെ അകത്തേക്ക് പോയി. അകത്തേക്ക് പോയിട്ട് കട്ടൻ ചായ കൊണ്ടു. ഇവർക്ക് രണ്ടാം കട്ടൻ ചായ എടുത്തു. ഇതിനോട് ബാപ്പുവാജി ചുരുങ്ങിയത് 2 വട്ടമെങ്കിലും സംഭവം പറഞ്ഞിട്ട് ചുരുങ്ങിയത് ഇവർക്ക് ചായ കൊടുത്തു. ഞാൻ ചായ കുടിക്കുന്നു, എന്തോ കടിയും കൊണ്ടു കൊടുത്ത് ചായയും കടിയും വരക്ക് കുടിച്ചു. എന്നിട്ട് തങ്ങൾ ഒതുക്കങ്ങളിൽ ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി, ബരി നടന്നു. അപ്പം ബരി ഇറങ്ങി. പിന്നെ അങ്ങനെ നടന്ന് വഴി കൂടി അങ്ങനെ നടന്ന് റോട്ടിലെത്തിയിട്ട് തങ്ങളപ്പ പിന്നെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കടന്നു, ബരു അപ്പുറത്ത് കടന്നു. അപ്പോൾ തങ്ങളപ്പ അങ്ങനെ ബാക്കിൽ എന്നാണ് പറഞ്ഞു, നീ ഈ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറരുത്, പോയിക്കൊള്ളുന്ന നമുക്ക് പലിശ ബാങ്കിൽ ജോലി ഉണ്ടാക്കി തരുന്ന പണിയല്ലേ എനിക്ക്, പോയിക്കൊള്ളുന്ന പണിയൊക്കെ പോയിക്കൊള്ളുന്നു, ആ പണിയല്ലേ എനിക്ക്. യൗമയഖുമുന്നാസു റബ്ബിൽ ആലമീൻ. ഇത് നേതാവെന്ന് പറയും, അത് നേതാവാണ്. പാർട്ടി പലതും കൊണ്ടിടക്കുന്നുണ്ടാവും, അതായി അതിന് പല വഴികളുണ്ടാവും. ഈ വർത്തമാനം പറഞ്ഞിട്ട് വരരുത്. ഇത് ആധുനിക കാല. അപ്പൊ പലതും ചെയ്യുന്നുണ്ടാവും. പ്രസിഡന്റ് ഞാൻ തന്നെയായിരിക്കും, പക്ഷെ അതിനെ റെക്കമെൻഡ് ചെയ്യാൻ വരരുത്. ആ വർത്താനം പറഞ്ഞ് ഞാൻ ഗേറ്റിനെ പുറത്ത് കിടക്കരുത്, പോയിക്കൊള്ളുന്നു. എന്താ ഇവിടെ എന്നോട് ഈ സംഭവം പറഞ്ഞു അപ്പോജി പറഞ്ഞു നമുക്ക് ജോലി കിട്ടിയില്ല എന്നതിന് വിഷമത്തിനേക്കാൾ കൂടുതൽ ഭയങ്കര സന്തോഷമുണ്ടായി. അയാൾക്ക് പിന്നെ വേറെ എന്തോ ജോലി കിട്ടി അയാൾ റായത്താവും ചെയ്തു. പൂക്കായപ്പാപ്പൻ്റെ കറാമത്താണ്. എന്ത് തൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വന്ന മനുഷ്യന് പിന്നെ അയാൾ ജോലി കിട്ടി അയാൾ റായത്തായി. എന്നാല് തനിക്കിവിടെ എന്ത് കൊടുക്കേണ്ടി വന്നില്ല, മനസ്സിലായില്ല? ബാങ്കിലേക്ക് റെക്കമെൻഡ് പേപ്പർ കൊടുക്കേണ്ടി എന്നിട്ട് നേതാവിന്റെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ട് ഈ നേതാവ് ആരല്ല? ഈ നേതാവ് ആരല്ല? ഹാഫിലല്ലടോ, എന്ന് പറയാൻ ഞാനത് പറഞ്ഞു. ഇവിടെ നേതാവ് ആരല്ല? നേതാവാന്ന് വിചാരിച്ച അയാളെ പിന്നാലെ 10 ലക്ഷം 20 ലക്ഷം 100 ലക്ഷം 100 കോടി ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നാലെ നടക്കണ്ട. ഇത് ആഖിർ സമാനാണ്.
ഈ വിഡ്ഢികളായ അനുയായികൾക്ക് നേതാവായ ആളുകളുടെ ഇജ്ജ് വേജാറണ്ട. അതൊക്കെ ദുനിയാവാണ്. നേതാവ് ആരായിരിക്കണം? ദാക്കിറായിരിക്കണം, ഗാഫിലാകരുത്. എന്താണ് ഈ ദാക്കിറാകൽ? പിടുപിടുപിടുപിടുപിടുന്നറിയേ എന്താണടാ ദാക്കിറാകൽ? പറ, എന്താണടാ ദാക്കിറാകൽ? അവന്റെ കൽബിൽ, ഈ വ്യക്തിയുടെ കൽബിൽ സദാസമയം ആര് വേണം? അല്ലാഹ് തന്നെ ദാക്കിർ. നാവുകൊണ്ട് ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലും കൽബ് സദാസമയം ചെല്ലിയാണ്. മനസ്സിലായില്ല? കൽബിനുമുണ്ടടോ ഒരു നാവ്, കൽബിനുമുണ്ട് നാവ്. ആ നാവ് ഉച്ചരിക്കുമ്പോഴാണ് യഥാർത്ഥ ദിക്റാവുക. മറ്റേ ലിസാനാണ്. ലിസാന് കൂലിയിട്ടുന്നേ ഉള്ളൂ. മനസ്സിലായില്ല? കൽബിൽ റായത്തായ ലിസാന് കൂലിയിട്ടും. ലിസാന് ദാക്കിറായാൽ, ലിസാന് ദാക്കിറാകണമെന്ന് പറയുന്നിടത്ത് ഹബീബായ നബി എന്ത് പറഞ്ഞു? വഖൽബുൻ ഷാക്കിറൂൻ. കൽബ് ഷാക്കിറാകണം. കൽബ് ഷാക്കിറാകണം. ആരോട് ഷാക്കിറാകുക? നന്ദി ഉണ്ടാകുക കൽബിന്. ആരോട്? അല്ലാഹ്, അല്ലാതെ ആരോട്? നിനക്ക് റബ്ബിനോടല്ലാതെ ആരോട് നിനക്ക് നന്ദി? ആരോട് നന്ദി? ഇന്ന് നേരം വെളുത്ത് എണീറ്റപ്പോൾ ഒരു കുടിനീരിറങ്ങിയില്ലേ? ഇറങ്ങിയോല്ലേ? ചായ കുടിച്ചോന്നല്ലടാ ചോദിക്കണത്, കുടിനീരിറങ്ങിയോല്ലേ? ഈ കുടിനീരിറങ്ങിയതിന് നന്ദി ആരോട് കാണിക്കണം? അല്ലാഹ്. ഇന്നലെ രാത്രി ഭാര്യമാരുള്ളവർ ഭാര്യമാരെ കൂടെ കിടന്നുറങ്ങി സന്തോഷിച്ചു പോന്നില്ലേ? ആരോട് നന്ദി പറയണം? അല്ലാഹ്. ഇന്നത്തെ കാര്യം റാഹത്തല്ലേ? ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം. നാളത്തെ കാര്യം നോക്കണ്ട. ഇന്ന് അയാൾക്ക് കഴിഞ്ഞുവിടാൻ വേണ്ടി വാടാപ്പരെങ്കിൽ വാടാപ്പരുണ്ടല്ലോ. വാടാപ്പരുണ്ടല്ലോ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിനെ സംബന്ധിച്ച് സംസാരമധ്യേ ഈ അടുത്ത ദിവസം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്ത് അവർക്ക് വീടില്ല, വാടപ്പരില്ല, എന്നാലും അൽഹംദുലില്ലാ എന്നല്ലാതെ ആ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ വാടക കൊടുക്കാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ വീടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ റാഹത്താണ്. വീടുണ്ടായിട്ട് ശുക്രില്ലാത്തവർ എത്ര ഉണ്ട്? വീടുണ്ട്, ശുക്രില്ല. വീടില്ല, ശുക്രുണ്ട്. മനസ്സിലായില്ല? എന്താ കാരണം? ആ സ്ത്രീ, മനസ്സിലാവേണ്ട പറഞ്ഞത്, ഒരു സ്ത്രീ, ആ സ്ത്രീയെ പറഞ്ഞ നിങ്ങളറിയും. പാലക്കാട് ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലല്ല, പാലക്കാട് ജില്ല. പറഞ്ഞ നിങ്ങൾ ആ സ്ത്രീനെ അറിയും. നേരിട്ട് കണ്ടു, ഞാൻ നേരിട്ട് കണ്ടില്ല, പറഞ്ഞാലറിയും. വീടില്ല. 5 സെന്റ് ഭൂമി പോയിട്ട് 3 സെന്റ് ഭൂമി പഞ്ചായത്ത് എഴുതി കൊടുക്കണമെങ്കിൽ 3 സെന്റ് ഭൂമി ഉണ്ടായാൽ മതി. അതില്ല. പഞ്ചായത്തിൽ നിന്ന് പുര കിട്ടും. എത്ര സെന്റ് ഉണ്ടായാൽ? 3 സെന്റ് ഉണ്ടായ പഞ്ചായത്ത് നിന്ന് പറഞ്ഞിട്ട് അതിന് 3 സെന്റും ഇല്ല. പക്ഷെ എന്തുണ്ട്? ശുക്രാത്ത് പറയേ, എന്തുണ്ട്? ശുക്രുണ്ട്. എന്റെ കൽബ് അള്ളാഹ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ കിടന്നാൾ മരിച്ചു, എന്നാലെന്താ? ഇജടാ സ്വന്തം പൊരേ കിടന്ന് മരിച്ചു, നിനക്ക് ശുക്രില്ല. അത് ജനിച്ച മുതലേ, കെട്ടിച്ചയച്ച മുതലേ എന്തോ ഒരു പ്രയാസം ഉണ്ടായപ്പോ കെട്ടിച്ചയച്ച തറവാടുന്ന് 2 ആളും കൂടി മാറിപ്പോന്നതായിരിക്കും. പിന്നെ കൊല്ലങ്ങൾ അനുമതിയായി, കുട്ടികളെ കെട്ടിച്ചു, കുട്ടികളായി. ഇപ്പോഴും പാർക്കണ എവിടെ തന്നെയാ? ആയിക്കോട്ടെ, എന്താണ് വാടകപ്പേരി പുറത്താൻ? എന്താണ് വാടക കൊടുക്കണില്ലേ? വാടക 2 മാസം പെൻഡിങ് ആണ്. ആയിക്കോട്ടെടോ, 4 മാസം കഴിയുമ്പോൾ വേറെന്തിനും വഴി ഓർന്നിട്ടിയാ പോരെ? വാടകപ്പേരിക്ക് വാടകക്കാരൻ ഇറങ്ങി എന്നോട് ചോദിക്കണ്ടേ? വേണോ വേണ്ടേ? പറയാ. വാടകപ്പുരയ്ക്ക് വാടക തന്ന വാടകപ്പുരയ്ക്ക് പൊരന്റെ വാടകക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പൊരയുടെ ഉടമക്കാരൻ, യഥാർത്ഥ മാലിക് ആരല്ല? വാടകക്ക് വാങ്ങിയ അയാളല്ല. യഥാർത്ഥ ഉടമക്കാരൻ ആ പൊരയ്ക്ക് കയറണമെങ്കിൽ ആരോട് പറഞ്ഞു ചോദിക്കണം? വാടകക്കാരോട് ചോദിക്കണേ. ഞാൻ കയറട്ടെ? ആയിട്ടില്ല, പോയിക്കോളി. ഇവിടെ പുതിയാപ്പിളല്ല, ഞങ്ങൾ പോയിക്കോളി. അതുകൊണ്ട്
ഞാനിവിടെ ഭാര്യയും തമ്മിൽ വേറൊരു സംസാരത്തിലാണ്. ഇഞ്ചി പിന്നെ പോയി വയറ്റി പുന്നവാ എന്തേ അങ്ങനെ പറഞ്ഞൂടെ? അയാൾക്ക് പറഞ്ഞു പറയാം, ഇയാളവിടെ ഓസാരത്തിന് നിൽക്കല്ലോ, ഇയാൾ എന്തുണ്ട് വട കൊടുക്കണ്ടേ? എൻ്റെ തന്നെയല്ലേ, എൻ്റെ മംഫാത്തല്ലേ, മംഫാത്തിൻ്റെ മാലിക്കിച്ചല്ലേ. അറുതിൻ്റെ മാലിക്ക് മറ്റോനാ, മംഫാത്തിൻ്റെ മാലിക്കിച്ച. രണ്ട് മാലിക്കുണ്ട്, മനസ്സിലായില്ല? അറുതിൻ്റെ മാലിക്ക് അവനാണ്, എന്നാ മംഫാത്തിൻ്റെ മാലിക്ക് ഇയാണ്. മംഫാത്തിന്റെ മാലിക്ക് ചായ മതിയായിരുന്നു. അപ്പൊ കൊല്ലങ്ങൾ അനവധിയായി കുട്ടികളായി വലുതായി കെട്ടിച്ച കുട്ടികള്, അതിന് കുട്ടികള്, എന്നിട്ട് ഇവരെ അവിടെ തന്നെ പാർക്കണ്. ബാണാപ്പരിയില് 3 സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് പുര കിട്ടും. പഞ്ചായത്ത് ഇപ്പൊ പുര കൊടുക്കാൻ ആളില്ലാതെ കിടങ്ങാറായി കിടക്കുക. ഇപ്പൊ എന്തും നടക്കും. ഇപ്പൊ SIR ഒക്കെ ഈ സമയത്ത് നന്നായി. സ്ഥാനാർത്ഥി വന്നാൽ നേരെ സ്ഥാനാർത്ഥിൻ്റെ കൈയൊക്കെ എടുത്തു കൊടുത്താൽ മതി, പൂരിപ്പിച്ചാൽ വേഗം പൂരിപ്പിക്കും. എന്തുകൊണ്ട്? അത് പൂരിപ്പിച്ച് ലെവലാക്കി കൊടുത്താൽ വോട്ട് ഉറച്ചല്ലോ. അൽഹംദുലില്ലാഹ് കേന്ദ്രം SIR ഇറക്കിയതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നത് അൽഹംദുലില്ലാഹ് രണ്ടും കൂടി ഒരു നേരത്തെ. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ വേറെ നേരത്തെ MLA ആകാൻ നടക്കുന്നതോട് ഇത് പൂരിപ്പിക്കുന്ന ഒരു നേരമുണ്ട്. എൻ്റെ വോട്ട് കിട്ടിയില്ല, ഇനി വേണ്ടില്ല എന്നാണ്. ഇത് ആകെ ഉള്ളത് 2 വോട്ട് 4 വോട്ട് മേലെ ജയിക്കുക. അപ്പൊ എന്താണെങ്കിലും പൂരിപ്പിക്കും. അപ്പൊ നിങ്ങളതിന്റെ റെക്കോർഡുകൾ, അതിന്റെ റെക്കോർഡിന്റെ എന്താ വേണ്ട ഇജി പറയും. റെക്കോർഡ് ചെറുതില്ല, ഇജി ഉണ്ടാക്കിക്കൊണ്ട് വോട്ട് എനിക്ക് തരും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിലും ജനോപകാരപ്രദമായ കാര്യം ചെയ്യുന്ന ആളുകളെയാണ് നോക്കേണ്ടത്. വെറും രാഷ്ട്രീയ പാർട്ടി നോക്കിയാൽ മതിയാവില്ല. അവനവന്റെ നാട്ടിന്റെ വികസനം അവനവന്റെ കാര്യം നടത്തി തരില്ല. മനസ്സിലാലോ? നമ്മൾ ചിന്തിക്കി. അപ്പൊ പഞ്ചായത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തും വീട്ടുകാരെ ഇവർക്ക് അതും ഇല്ല. പക്ഷെ എന്തുണ്ട്? ശുക്രുണ്ട്, വാടക കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇടക്കിടക്ക് വാപ്പാക്കൊരു ജോലിയുണ്ട്, പണിയുണ്ടാവും. അപ്പൊ അൽഹംദുലില്ലാഹ് തട്ടാതെ മുട്ടാതെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട്? എന്തുണ്ട്? ശുക്രുണ്ട്. കോടാനക്കോടിൻ്റെ സമ്പത്തിന് മേലെ കടന്നിട്ട് നേരം വെളുത്തിട്ട് ഒരു അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞ് പറയാത്ത എത്ര ആളുണ്ട് നമ്മളാട്ട്. നമ്മളെന്നെ ഇതാണോ അല്ലേ പറയാണോ അല്ലേ? സൈക്കിളവൻ്റെ കയ്യിലില്ല, പക്ഷെ ശുക്രുണ്ട്. മറ്റവൻ്റെ കയ്യിൽ ഇന്നോവ ഉണ്ട്, എന്തില്ല? ശുക്രില്ല. മറ്റവൻ ബെൻസിലാ പോണം, പക്ഷെ ശുക്രില്ല. എന്തേ? അത് കുടിച്ചു വരണം, കുടിക്കണം. കുടിക്കൊണ്ടോരൊക്കെ ഇത് കുടിക്കണം. അത് എന്താ സംഭവിച്ചത്? ഓഫലത്താണ്. ഓഫലത്ത് വന്നുപോയി. അത് ചിലപ്പോൾ നേതാവിനുണ്ടാവില്ല, അത് തലയെ കെട്ടിയവനുണ്ടാവില്ല. തലയെ കെട്ടി വലിയ കാളിയാണ്, പക്ഷെ ഓൻ ആള് ഓഫലായിരിക്കും. നേരെ പോലത്തെ പൂളക്ക് മണ്ണിടാൻ വേണ്ടി കൈക്കോട്ട് കൊണ്ട് മണ്ണാണ്, ഓൻ ഓഫലത്ത് ഉണ്ടായിക്കോളൊന്നുമില്ല. മറ്റവൻ്റെ തലയിൽ 7 മീറ്ററിൻ്റെ തലയെ കെട്ടുകൊണ്ട് തെരുകൊണ്ട് തലയെ കെട്ടിയിട്ടുണ്ടാവും, ഓൻ ഓഫലത്തിലിരിക്കും. ആവുന്നല്ല, അങ്ങനെ ആവാം. ഇത് ആഖിർ സമാനാണ്. ആഖിർ സമാനം ജനങ്ങൾ പിഴക്കൽ പണ്ഡിതന്മാരെ കൊണ്ടായിരിക്കും മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? കാഫിര്യങ്ങളായിരിക്കും. നല്ലപോലെ ചിന്തിക്കും. ഒരു ചുക്കും ഇവിടെ വരാൻ വേണ്ടി നിങ്ങൾ ആരും പേടിക്കണ്ട. അങ്ങനെയൊക്കെ വന്നാൽ എന്താ വരാൻ? എന്ത് വന്നാലും എന്താടാ? എന്ത് വന്നാലും എന്താ? അള്ളാന്റെ ദീനല്ലേ പറയുന്നത്, എന്തിനാ ബേജാറാണ്? അപ്പൊ നീ ഒഴിവാക്കും മുദാമൽ ഗാഫിലീൻ, ഗാഫിലീങ്ങൾ കുടിക്കുന്ന മദ്യത്തെ, കള്ളിനെ, ഹഖീറൻ, നിസ്സാരമായിട്ട്. അവരെന്താ കുടിക്കണത്? അവർ ദുനിയാവിനെ ശുർബ, ദുനിയാവിനെ ശുർബുന്നവരെ പിന്നാലെ നടക്കരുത്. അതിനകത്ത് ദുനിയാവ് ഉണ്ടാകിയാൽ തെറ്റാണെന്നല്ല, ദുനിയാവ് ഉണ്ടാകില്ല ഒരു തെറ്റുമില്ല. ലോകം കണ്ട ദുനിയാവെല്ലാം ഉള്ള ആളാ സയ്യിദ് സുലൈമാൻ. ഓഫിലോ ദാക്കിറോ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. രാജാവായിട്ട് മരിച്ചു. ഇബ്രാഹിം അദ്ദേഹത്തിനെ പോലെ അവസാനം ഇറങ്ങിപ്പോന്നിട്ടൊന്നുമില്ല. ഇബ്രാഹിം അദ്ദേഹം പൗതിയായപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. സുലൈമാൻ നബി രാജാവായി തന്നെ മരിച്ചു. ആരാ വലിയ ആള്? ഇബ്രാഹിം അദ്ദേഹം. അവസാനം ഇറങ്ങിപ്പോന്നില്ലേ? ഇറങ്ങിപ്പോകുന്നത് 2ാം നമ്പറാണ്, 1ാം നമ്പർ ആളല്ല. 1ാം നമ്പർ ആൾ രാജാവായി മരിച്ചത് സയ്യിദ് സുലൈമാൻ. എന്ന് നിങ്ങൾ വിചാരണ്ട. അന്തം വേണം, അന്തം. അന്തം എന്നാണ് പൈസ വലിച്ചെറിയലല്ലേ.
എനിക്ക് കോടാനക്കോടിൻ്റെ സമ്പത്തിൻ്റെ ആയതുകൊണ്ടും ഈ ഓഫിലാവില്ല. 10 പൈസ ഇല്ലാതെ ആയതുകൊണ്ട് ഇതാക്കിറോ ആവില്ല. അതൊക്കെ വേറെ പോപ്പ. മനസ്സിലായില്ലയോ? ലോകം കണ്ട മുതലാളി, ലോകം കണ്ട മുതലാളി, ഈ ഭൂഗോളം കണ്ട മുതലാളി. പളുങ്കാണ് മുറ്റത്ത്. നമ്മളെ വീട്ടുമുറ്റത്ത് ഇപ്പൊ എന്താ ഉള്ളത്? ആഹൃതമാനായി എല്ലാം വലിയക്കായി അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു നവംബർ 1. ഏത്? കേരളം. അപ്പൊ അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യത്തെ സംസ്ഥാനം കേരളം. അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം. എന്നിട്ട് മുറ്റത്ത് ഇപ്പൊ എന്തായിട്ടുള്ളൂ? ലാസ്റ്റ് ഇന്റർലോക്ക് കല്ല്. BC 923 സയ്യിദ് സുലൈമാന്റെ വഫാത്ത്. BC 923 സയ്യിദ് സുലൈമാന്റെ വഫാത്ത് അലൈഹിസ്സലാം. അന്ന് അവരെ കൊട്ടാരമുറ്റത്ത് പളുങ്ക. ഫലമ്മാ റഅതുഹു ഹസിബതുഹു ലുജ്ജ വകശഫ അൻ സാഖിഹ ഖാല ഇന്നഹു സർഹുൻ മുമറദുൻ മിൻ ഖവാരീർ. മുറ്റത്ത് വന്ന് അവളും അവളെ പടയാളികളും നിന്നു. മുറ്റം കണ്ടപ്പോൾ ഫലമ്മാ റഅതുഹു, ആ മുറ്റം കണ്ടപ്പോൾ ഹസിബതുഹു ലുജ്ജ, അതൊരു കടലാണ്, ഒരു ആഴക്കടലാണ്, അതൊരു തടാകമാണ് എന്ന് ആ പെണ്ണിന് തോന്നി. അപ്പോൾ ഈ സുന്ദരിയും യുവതിയുമായ ഈ പെണ്ണ് തൻ്റെ തണ്ടം കാലിൽ നിന്ന് വസ്ത്രം ഉയർത്തി. കാരണം ഞാൻ അതിലേ ഇറങ്ങണ്ടേ. മുറ്റം മുഴുവൻ കുഴിച്ചിട്ട് അതിലെന്ത് ചെയ്തു? മീനും പല സൈസ് ജലജീവികളെയും നിറച്ചിട്ട് മേലെ വെള്ളം നിറച്ച് അതിൻ്റെ മേലെ പളുങ്ക് പാക്കി. എന്താ പളുങ്കിൻ്റെ മുകളിൽ കൂടി നടക്കും. അങ്ങനെ സയ്യിദ് സുലൈമാൻ നബിൻ്റെ പേര. രത്നത്തിൻ്റെ ചുമരിമ്മ ഒട്ടിച്ച മുഴുവൻ രത്നം. നമ്മളിപ്പോൾ 100 പവൻ കൊടുക്കുകയാണെങ്കിലും 10 പവൻ തരച്ച് രത്നം കൊടുക്കൂല. കാരണം അതിന് വലിയ വിലയാണ്. മറ്റേ സുലൈമാൻ നബിൻ്റെ എവിടെയായിരുന്നു രത്നം ഉണ്ടായിരുന്നത്? ചുമരും ഒതുക്കങ്ങല്ലുമ്മ. ഇന്നും ഇത്ര വലിയ അതിദാരിദ്ര്യമില്ലാത്ത എത്ര വലിയ സംസ്ഥാനമായിട്ട് പോലും ആകെ ഉള്ള മാല മൊത്തം രത്നമല്ല, സ്വർണം വായിച്ച അവിടെ ഇവിടെയോ രത്നത്തിൻ്റെ കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് വലിയതാണ്. മണിവൈരം നാണിക്കും മരതകവും നാണിക്കും എന്ന വാക്കുണ്ട് മോയിൻകുട്ടി വൈദ്യരെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാലി എന്ന കവിതയിൽ. മണിവൈരം നാണിക്കും മരതകവും നാണിക്കും. അതായത് മാണിക്കക്കല്ല് എന്നോട് സുന്ദരിയായ പെണ്ണിനെ ഉപമിക്കുകയാണ്. അതായത് അപൂർവമായ കല്ലാണ് എന്ത്? ഈ മരതകക്കല്ല്. അതിനോട് ഉപമിക്കാണ് ആരെ? അതിനേക്കാളും ഭംഗിയുണ്ട് ആരെ കാണാൻ? ഹുസ്നുൽ ജമാലിനെ കാണാൻ എന്നാണ് ഇപ്പം ഇപ്പോൾ അവിടെ പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ഈ അപൂർവമായ മരതകക്കല്ലിനോട് ഉപമിക്കാണ് ഹുസ്നുൽ ജമാൽ മുൻകൂട്ടി തരും. ഇത് സുലൈമാൻ നബിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ ഇപ്പം നിങ്ങളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കിതാബൊക്കെ ഓതിയാണ് സുലൈമാൻ നബിനെ പോയി കാണുകയാണെങ്കിൽ ഇത് ഞമ്മക്ക് അംഗീകരിക്കാൻ കഴിയൂല. ഇതിപ്പോൾ കുതിര വിടാണല്ലോ. ഇസ്രാഫല്ലേ? അത് ഇസ്രാഫല്ലടാ, അതാണ് ദിക്ർ. ഗാഫിലല്ല, ദാക്കിറാണ്. എന്ത് ഇതൊക്കെ ഇത്രയുള്ളടോ എന്ന് ഭൗതികവാദികളെ അറിയിക്കണം. എന്നിട്ട് റബ്ബിന് സുജൂദ് ചെയ്യണം. ആര്? സയ്യിദ് സുലൈമാൻ. നിങ്ങളൊക്കെ പെട്ടി കൊണ്ടേ വെക്കണ സാധനം എൻ്റെ തൊടുകയും വിളിച്ചിരുന്നു. എന്നിട്ട് ഞാൻ റബ്ബിന് സുജൂദ് ചെയ്യണം. അപ്പൊ മനുഷ്യൻ ദുനിയാവുള്ള പ്രേമം രണ്ടാണ്. സുലൈമാൻ നബിക്ക് ദുനിയാവിനോട് പ്രേമല്ല, ദുനിയാവുണ്ട്. നമുക്ക് ദുനിയാവില്ല, ദുനിയാവിനോട് പ്രേമമുള്ളത്. ദുനിയാവിനോട് പ്രേമമായി കഴിഞ്ഞാൽ പേച്ചു, ദുനിയാവുണ്ടായ ജയിച്ചു. മനസ്സിലായില്ല? ഒരാൾക്ക് ദുനിയാവുണ്ടായി, ആ ദുനിയാവുണ്ടായ ജയിച്ചില്ലേ? ഒരുത്തരെ കിഡ്നി മാറ്റി വെക്കണമെങ്കിൽ 50 ലക്ഷം റുപ്യ. പക്ഷേ ദുനിയാവ് അത്രയും വലിയ ദുനിയാവുള്ളവനാണെങ്കിൽ 10 വയസ്സ് ആരില്ലാത്ത സമയത്ത് ഓനോട് പോയി പറഞ്ഞാൽ മതി. ഓൻ എന്ത് പറയും? ആശുപത്രി കയറ്റിക്കോ, പൈസ അവിടെ എത്തും.
അപ്പോൾ അവനവിടെ ജീവൻ കൊടുത്തില്ലേ ഒരു വ്യക്തിക്ക്? ആഹാരം കിട്ടുമല്ലോ, ആഹാരം കിട്ടിയല്ലേ, കിട്ടിയില്ലേ? അതിനിവിടെ എന്ത് വേണം? എല്ലാവരും കൂലിപ്പണിക്കാരായി പാഞ്ഞാൽ ഇവിടെ ആഹാരം കിട്ടും. എല്ലാവർക്കും വാഴക്കും പൂളക്കും മണ്ണിടണ പണിയാണെങ്കിൽ എടാ കിഡ്നി പോയത് എങ്ങനെ ഉണ്ട് ലെവലാക്കുക? അതിന് നിയമത്തുള്ള വേണം. പക്ഷെ ദുനിയാവിന്റെ പ്രേമിയാകരുത്. ദുനിയാവിന്റെ പ്രേമിയായ 10 വയസ്സ് കൊടുക്കൂല. ദുന്യാവുണ്ടാകണം. ദുന്യാവുണ്ടായ ആൾ സെയ്ദ് സുലൈമാനാണ്, അത് നബിയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഗാഫിലാകുക ഭൗതിക പ്രമത്തതയാണ്, ഭൗതികതയല്ല. ഭൗതിക സമ്പത്ത് അധികരിക്കലല്ല, ഭൗതിക പ്രമത്തത അധികരിക്കൽ. ഭൗതിക സൗകര്യങ്ങൾ അധികരിക്കലല്ല എന്ത് ഓഫലത്ത്, പിന്നെന്താണ്? ഭൗതിക പ്രമത്തത അധികരിക്കുക, ഭൗതിക പ്രേമം അധികരിക്കുക, അതാണ് ഓഫലത്ത്. അവർ കുടിക്കണ കള്ള് ദുനിയാവിന്റെ പ്രേമാണ്. ദുനിയാവ് എപ്പോൾ ധൈര്യം ഉണ്ടാവില്ല, എന്നാലും പ്രേമം ഉണ്ടാവും. കിട്ടിയെങ്കിൽ